സ്വകാര്യ ബസ് മേഖല തകർച്ചയിലെന്ന് ഉടമകൾ. ഇന്ധനവില വർധന ഇടുത്തി പോലെയാണ് തങ്ങളെ ബാധിക്കുകയെന്ന് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പെരുമ്പാവൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ അപലപിച്ച ബസ് ഉടമകൾ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതിയെ സ്വാഗതം ചെയ്തു. ഇന്ധനവിലയുടെ അമിതമായ വർധനവ് മൂലം വൻ തകർച്ചയിലാണ് സ്വകാര്യ ബസ് മേഖലയെന്ന് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. സ്വകാര്യ ബസ് മേഖല ദിനം പ്രതി തകർച്ചയുടെ വക്കിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇടുത്തി പോലെ ഇന്ധനവില വർധനവ് വന്നിരിക്കുന്നത്. രാജ്യത്ത് ക്രൂഡ് ഓയിലിൻ്റെ വില താഴ്ന്നു നിൽക്കുമ്പോഴും ഇന്ധനവില കൂടി തന്നെ നിൽക്കുകയാണ്. 50 രൂപയ്ക്ക് പെട്രോളും ഡീസലും നൽകാമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ BJP ഗവൺമെൻറ് ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവനും വഞ്ചിച്ചിരിക്കുകയാണ്. സ്വകാര്യ ബസ് മേഖലയെ സംബന്ധിച്ചിടത്തോളം 1000 രൂപ മുതൽ 1500 രൂപ വരെ ബാലൻസിൽ ഓടുന്ന വണ്ടികൾ നമ്മുടെ ഈ പ്രദേശങ്ങളിലുണ്ട്. 500 രൂപ മുതൽ 600 രൂപ വരെയാണ് ഡീസലിൽ പ്രതിദിനം വ്യത്യാസം സംഭവിച്ചിരിക്കുന്നത്. പല ബസ്സുകളും നിർത്തി പോകേണ്ട സാഹചര്യം കൂടിയാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ ഇതിനെതിരെ ഇന്നലെ ആലുവ ഹെഡ് പോസ്റ്റിൻ്റെ മുമ്പിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു പ്രതിഷേധം നടത്തിയിരുന്നു. അപ്പോൾ ഇതിനെതിരെ പെരുമ്പാവൂരിലെ ബസ് ഓണേഴ്സ് അസോസിയേഷനുകളായ PBTയെയും PBOയെയും ശക്തമായ പ്രതിഷേധം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇന്നലെ വൈകിട്ട് രാത്രി വണ്ടികളിൽ നിന്ന് ഡീസൽ ഊറ്റുകയും അനധികൃതമായിട്ട് പാർക്കിംഗ് ചെയ്യുകയും കഞ്ചാവ് ലഹരി മാഫിയയെ പെരുമ്പാവൂർ പോലീസ് വന്ന് തുരുത്തി ഓടിക്കുകയും അവരെ പിടിക്കുകയും നമ്മുടെ പെരുമ്പാവൂർ ബസ് ഓണേഴ്സിൻ്റെ സഹായത്തോടു കൂടി അവർക്ക് എല്ലാവിധ പിന്തുണയും നമ്മൾ കൊടുത്തു. അതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ ഇവിടെ ബസ്സുകളിൽ മോഷണം പതിവായിരിക്കുകയാണ്. അതിനെതിരെ നമ്മൾ പെരുമ്പാവൂർ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ പെട്രോളിംഗ് നിർബന്ധമാക്കണമെന്ന് നമ്മുടെ ബസ് ഓണേഴ്സിന്റെ പേരിൽ അപേക്ഷിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ ജനവഞ്ചനയെന്നും ബസ് ഉടമകൾ ആരോപിച്ചു. ഇന്ധനവില വർദ്ധിച്ചതോടെ മിക്ക ബസ്സുകളും സർവീസ് നിർത്താൻ നിർബന്ധിതമായിരിക്കുന്നു. നിസാര തുകയാണ് പല ദിവസവും ലഭിക്കുക. ആ തുകയ്ക്ക് ഡീസൽ അടിക്കാൻ പോലും കഴിയുന്നില്ല. റോഡുകളുടെ ശോചനീയാവസ്ഥയും അസോസിയേഷൻ ഭാരവാഹികൾ ഉന്നയിച്ചു. പ്രൈവറ്റ് ബസ്സിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്, പെരുമ്പാവൂരിൽ നിന്ന് വെങ്ങോല വഴി മൂവാറ്റുപുഴയ്ക്ക് സർവീസ് നടത്തുന്ന എല്ലാ ബസ്സുകളിലും റോഡിൻ്റെ ശോചനീയാവസ്ഥ കാരണം വെങ്ങോല മുതൽ വാരിക്കാട് ജംഗ്ഷൻ വരെ ഒരു രീതിയിലും ബസ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂൾ തുറന്നിരിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളെ കയറ്റി വണ്ടികൾ സമയത്തിന് ഓടിച്ചെത്തിക്കുവാനായിട്ട് യാതൊരു വിധത്തിലും ഓടിയെത്തുവാനായിട്ട് സാധിക്കാത്തതുകൊണ്ട് ബസ്സുകാർ തമ്മിൽ പ്രശ്നങ്ങളാണ്. വഴിയുടെ ബുദ്ധിമുട്ട് നമ്മൾ കഴിഞ്ഞ സർക്കാരിനുമായിട്ട് നിവേദനം കൊടുത്തു. ചെറിയ ഒരു കുഴിയടക്കിലല്ലാതെ വേറെ ഒന്നും അതിൻ്റെ അകത്തൊരു തീരുമാനം ഉണ്ടായില്ല. ഇപ്പോൾ വെങ്ങോല മുതൽ വാരിക്കാട് വരെ ഒരു കാരണവശാലും വണ്ടികൾ ഓടാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇത്തവണ ഈ MLA മനോജ് മുത്തറിനുമായിട്ട് ഇന്നിപ്പോൾ ഞങ്ങൾ ബസ് ഓണേഴ്സിൻ്റെ എല്ലാവരുമായി സംസാരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നാളെ ഇതിൻ്റെ ഒരു അടിയന്തരമായ ഒരു മീറ്റിംഗ് വെങ്ങോല പഞ്ചായത്തിൽ വിളിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം കാണാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിവേദനം നൽകി ഞങ്ങളിങ്ങോട്ട് തിരിച്ചു പോകുന്നു. അതുപോലെ തന്നെ വലിയോളം മുതൽ ശാലയം റോഡിൻ്റെ ഗതിയും ഈ പറഞ്ഞ രീതിയിൽ ബസ് അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങൾ ഓടാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അതും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് വേണ്ട രീതിയിൽ ക്രമീകരണം ചെയ്തു തരാമെന്ന് പറയുന്നു. അങ്കമാലി കാലടി മേഖലയിൽ എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ്. കാലടി പാലം വൻ ഗതാഗത കുരുക്കിപ്പെട്ടാണ് മണിക്കൂറോളം കിടന്നാണ് ബസ് സർവീസ് നടത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കുഴികൾ ഇന്നിപ്പോൾ അവിടെ ഓണേഴ്സ് എല്ലാവരും കൂടി സഹകരിച്ച് എന്തോ ക്രമീകരണം ചെയ്യുന്നുണ്ട്. എന്നാലും MLAയുടെ ഒരു വാഗ്ദാനത്തിൻ്റെ പുറത്ത് അദ്ദേഹം അതും എത്രയും പെട്ടെന്ന് ആ പാലത്തിൻ്റെ ഒരു ക്രമീകരണം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
വെങ്ങോല വാരിക്കാട് ഭാഗത്ത് റോഡ് തകർന്നു കിടക്കുകയാണ്. തകർന്ന റോഡുകൾ മേഖലയിൽ വേറെയുമുണ്ട്. പെരുമ്പാവൂർ കാലടി അങ്കമാലി ഭാഗത്ത് ട്രാഫിക് കുരുക്കുകൾ മൂലം നിത്യവും അനുഭവിക്കുന്ന ദുരിതവും ചെറുതല്ല. സ്കൂൾ തുറന്നതോടെ സമയത്തിന് ഒരു സർവീസ് പോലും ഓടിയെത്താൻ കഴിയുന്നില്ല എന്നാണ് പരാതി. സ്വകാര്യ ബസ് ഇപ്പോഴത്തെ അവസ്ഥയിൽ കൊണ്ടുവന്ന് നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഉള്ളത്. ഡീസലിന് ഏകദേശം 8 രൂപ കൂടിയിട്ടുണ്ട്. അതുകൂടാതെ മഴക്കാലമായതുകൊണ്ട് 5-8 ലിറ്റർ ഡീസൽ കൂടുതലാണ്. വഴി ബ്ലോക്കാണ്. ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനം മിക്കതും പമ്പിലേക്കും ഡീസൽ അടിക്കുന്ന പമ്പിലേക്കും തൊഴിലാളികൾക്കും കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. കൂടാതെ നമുക്ക് ഈ ബസ് സ്റ്റാൻഡ്, പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡിനെ പറ്റി പറയാനുള്ളത് അനധികൃതമായ പാർക്കിങ്. അത് നമ്മൾ പലപ്പോഴും മുനിസിപ്പാലിറ്റിയോട് പറഞ്ഞിട്ടുണ്ട്. അതിന് തീരുമാനമാക്കി തരാനെന്ന് പറഞ്ഞ് അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കി തരണമെന്നാണ് അപേക്ഷയുണ്ട്. ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ബസ് ഉടമകൾ MLA മനോജ് മൂത്തേടന് പരാതി നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച വെങ്ങോലയിൽ MLA അടിയന്തര യോഗം വിളിച്ചതായി ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. യോഗത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് PBTA പ്രസിഡന്റ് KS റസാഖ്, PBTA സെക്രട്ടറി MP മുനാസ്, PBOA പ്രസിഡന്റ് ജിജി തോമസ്, PBOA സെക്രട്ടറി KC രാമചന്ദ്രൻ എന്നിവർ പറഞ്ഞു. UDF പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതിയെ ഭാരവാഹികൾ സ്വാഗതം ചെയ്തു. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുമായി ഞങ്ങൾക്ക് പറയാനുള്ളത്, പ്രൈവറ്റ് ബസ്സിൽ 60% സ്ത്രീകളാണ് യാത്ര ചെയ്യുന്നത്. ഈ പുതിയ ഗവൺമെൻറ് ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ കാര്യത്തിൽ വളരെ ഗൗരവമായിട്ട് അവരത് ചർച്ച ചെയ്ത് നല്ല രീതിയിൽ ഒരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ തീരുമാനം ഞങ്ങൾ നല്ല രീതിയിൽ വിശ്വാസത്തോടുകൂടി നിൽക്കുന്നു. നല്ലൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അതിനകത്ത് ഞങ്ങൾക്ക് ഭയപ്പാടൊന്നുമില്ല. മന്ത്രിയും MLA ഞങ്ങൾക്കത്, മുഖ്യമന്ത്രിയും അതിൻ്റെ ഗതാഗത മന്ത്രിയും MLAയും വേണ്ട രീതിയിൽ അതിനുള്ള ക്രമീകരണം ചെയ്തു വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. പ്രൈവറ്റ് ബസ് ഉടമകളെയോ ജീവനക്കാരെയോ ബാധിക്കാത്ത വിധത്തിൽ വിഷയം പഠിച്ച ശേഷം മാത്രമേ സർക്കാർ പദ്ധതി നടപ്പിലാക്കൂ എന്നും അതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകുമെന്നും മനോജ് മൂത്തേടൻ MLA ഉറപ്പു നൽകി. ഇല്ല, പ്രൈവറ്റ് മേഖലയെ ബാധിക്കുന്നത് ഗവൺമെന്റ് ശ്രദ്ധയിൽ ഉണ്ട്. അത് ബാധിക്കുമെന്നതിനെ കുറിച്ച് ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്, UDF പ്രഖ്യാപിച്ചതൊരു വലിയ ആശ്വാസ പദ്ധതിയാണ് വനിതകൾക്ക് സൗജന്യ യാത്ര. അത് പ്രൈവറ്റ് ബസ്സുകാരെയും ജീവനക്കാരെയും അല്ലെങ്കിൽ അതിൻ്റെ ഉടമകളെയും ഒന്നും ബാധിക്കാത്ത നിലയിൽ അത് ക്രമീകരിക്കും. എന്തായാലും ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഏറ്റവും ജനകീയമായ ഒരു പദ്ധതി 15-ാം തീയതി മുതൽ നടപ്പിലാക്കും. അതുമായി ബന്ധപ്പെട്ട് പ്രൈവറ്റ് മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കൂടി ഗവൺമെന്റ് പഠിച്ച് പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അതൊക്കെ ഗവൺമെന്റ് ശ്രദ്ധയിലുണ്ട്. അതിന് പരിഹാരം ഉണ്ടാക്കാൻ ഞങ്ങളും ഇടപെടുമെന്ന് കൂടി അറിയിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.